9ാമത്തെ വാക്യത്തിൽ നാം അത് നിന്നായിരുന്നു. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. സമയം കുറച്ചുള്ളതുകൊണ്ട് ഞാൻ പുതിയൊരു ദൂതെടുക്കാതെ നാം കേട്ട ഭാഗത്ത് നിന്ന് തന്നെ വീണ്ടും ചിന്തിച്ച് ഒരുമിച്ച് നാം വിഷയങ്ങൾക്കായി പ്രാർത്ഥിച്ച് മീറ്റിംഗിനായി വരുവാൻ പോവുകയാണ്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കർത്താവിനെ ഈ ലോകത്തിൽ ദേഹരൂപമായി വെളിപ്പെടുത്തിയത് യേശു കർത്താവാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു, അല്ലേ? ജഡമായവൻ വെളിപ്പെട്ടു, വചനം ജഡമായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് വചനത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലൂടെ നാം പ്രവേശിച്ചായിരുന്നു. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്നെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമായുണ്ട്. പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ അവനേക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ അവനും പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദിജാതനെ പിന്നെ ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്നതാണ് അരുളി ചെയ്തത്. ആ വാക്യം വരെയാണ് നാം ചിന്തിച്ചത്. ദൂതന്മാരെക്കാൾ വലിയവൻ, ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് അവൻ ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു കർത്താവിനെ ദൂതന്മാർ തന്റെ ശുശ്രൂഷയിൽ സഹായിച്ചിരുന്നു, ശുശ്രൂഷിച്ചിരുന്നു എന്ന് നമുക്ക് ദൈവത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്, അല്ലേ? സാത്താൻ കുറെ കാലത്തേക്ക് അവനെ വിട്ടുപോയി, ദൈവത്തിന്റെ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ദൂതന്മാരും അവനെ നമസ്കരിക്കണം. 7-ാമത്തെ വാക്യത്തിൽ ദൂതന്മാരുടെ പ്രത്യേകതയും ശുശ്രൂഷകന്മാരുടെ പ്രത്യേകതയും എബ്രായ ലേഖനത്തിൽ പറയുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. അതൊരു ട്രാൻസ്ലേഷൻ പെശകാണ്, അത് തിരിച്ചാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അവൻ ദൂതന്മാരെ കാറ്റുകളെ പോലെ ശുശ്രൂഷകന്മാരെ അഗ്നിജ്വാല പോലെയും ആക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുണ്ടോ ഇന്ന് രാത്രി? ഹല്ലേലൂയ. ദൂതന്മാരെ കാറ്റുകളെ പോലെ വേഗത്തിൽ ഉപയോഗിക്കുന്നതയോ ശുശ്രൂഷകന്മാരെ അഗ്നിജ്വാല പോലെ ആക്കുന്ന ദൈവം. ഹല്ലേലൂയ. ലേഖനം 1:16 വരാം. സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, യേശു ക്രിസ്തു മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ എന്തുണ്ടോ, സ്വർഗ്ഗത്തിൽ എന്തുണ്ടോ, കാണുവാൻ കഴിയുന്നതെന്നുണ്ടോ, കാണാൻ കഴിയാത്തതെന്നുണ്ടോ, സിംഹാസനമായെന്നുണ്ടോ, കർത്തൃത്വമായെന്നുണ്ടോ, വാഴ്ചകളായെന്നുണ്ടോ, എല്ലാം യേശു ക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന് വേണ്ടിയാണ് സകലവും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. ആ കർത്താവിനെയാണ് ദൈവം നമുക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താണ് സിംഹാസനം? ഒരു പദമാണെന്നുണ്ട്. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകൾ നമുക്കറിയാം, അല്ലേ? ദേശാധിപതികളുണ്ട്, വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. അവയുടെ മേൽ ആധിപത്യമുള്ള അധികാരമുള്ള ഒരു ദൈവമുണ്ട്. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ ദൃശ്യമാകുന്നതോ അദൃശ്യമാകുന്നതോ സകലത്തിന്റെ മേലും അവൻ അധികാരിയാണ്. അങ്ങനെ രാത്രി നമ്മുടെ ചെറിയ പ്രാർത്ഥനാ വിഷയത്തിന് ഹല്ലേലൂയ അവൻ മറുപടി തരാതിരിക്കുമോ? ഹല്ലേലൂയ. സ്വർഗത്തിലുള്ളതായാലും ഭൂമിയിലുള്ളതായാലും പാതാളത്തിലുള്ളതായാലും സകലവും കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ടു. കർത്താവിന്റെ ഹല്ലേലൂയ അധികാരത്തിൽ കീഴിലുമായിരിക്കുക. ആമേൻ. അങ്ങനെ ഇന്ന് രാത്രി എന്തെങ്കിലും ചെറിയ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിന് പരിഹാരം തരുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. അവിടെ ഒരു പദമാണ് സിംഹാസനങ്ങൾ. എന്താണ് സിംഹാസനങ്ങൾ? സിംഹാസനങ്ങൾ നിശ്ചയമായും ഭൂമിയിലുള്ളതല്ല.
സിംഹാസനങ്ങൾ സ്വർഗത്തിലുള്ളതാണ്. വെളിപ്പാട് പുസ്തകം സിംഹാസനത്തെ കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ 24 സിംഹാസനമുണ്ട്. സിംഹാസന ചുറ്റും വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനിക്കുന്ന മൂപ്പന്മാരുണ്ട്. സിംഹാസനത്തിലുള്ള മൂപ്പന്മാർ ആരാധിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവന് സർവശക്തനായ കർത്താവിന് ഭൂമിയിൽ മാത്രമാണ് ആരാധന ഉള്ളത്. സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന മൂപ്പന്മാരും അവനെ ആരാധിക്കുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, ഹെവൻലി പ്ലേസസ് എന്ന മീനിങ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതുമായ അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന, അദൃശ്യ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന സകല ശക്തികൾക്ക് മുകളിലാണ് യേശുവിന്റെ അധികാരം. ദാനിയേലിന്റെ പ്രാർത്ഥനയെ 21 ദിവസമായി ദാനിയേൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടിട്ടും അത് ഭൂമിയിലേക്ക്, അവന്റെ പക്കലേക്ക് വെളിപ്പെടാതെ തടഞ്ഞ അന്തരീക്ഷത്തിൽ വ്യാപരിച്ച ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെയും മുകളിലാണ് സർവശക്തനായ ദൈവം. ഹെവൻലി പ്ലേസസിലുള്ള ദൃശ്യമാകാത്ത അദൃശ്യ ശക്തികളുടെയും അധികാരിയാണ് സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. മനുഷ്യനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത സകല വിഷയങ്ങൾക്കും അധികാരിയാണ് ക്രിസ്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഭൂതഗ്രസ്തനായ മനുഷ്യനെ കർത്താവ് വിടുവിക്കുന്ന ഭാഗം അറിയാം. എല്ലാവരും അവനിലേക്ക് നോക്കുമ്പോൾ അവന്റെ വിഷയമായിട്ടാ എല്ലാവർക്കും തോന്നുന്നത്. ആ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ, ഭവനത്തോട് സ്നേഹമില്ലാത്തവൻ, തന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് തന്റെ ശരീരത്തിലുള്ള ചങ്ങലകളെ വലിച്ച് മുറിച്ച് പൊട്ടിച്ചു കളയുന്നവൻ, വസ്ത്രം ധരിക്കാത്തവൻ, സുബോധമില്ലാത്തവൻ, മാത്രമല്ല ഗുഹകളിൽ പാർക്കുന്നവൻ, കാടുകളിലേക്ക് ഓടുന്നവൻ. ഒരു മനുഷ്യനെ നോക്കുമ്പോൾ, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ആ പട്ടണത്തിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ, അവനെ നോക്കുമ്പോൾ അവൻ പറയുന്നത് ഈ മനുഷ്യനെന്തോ ഇങ്ങനെ നടക്കുന്നത്. അവന്റെ പിന്നിൽ വ്യാപരിച്ചത് ഒരു വ്യാപാരമാണെന്നും അവന്റെ അകത്ത് വ്യാപരിച്ചത് 6000 ഭൂതഗ്രസ്തന്മാരാണെന്നും ആ പട്ടണത്തിലുള്ളവർ തിരിച്ചറിഞ്ഞില്ല. അവരിൽ ഞാൻ ചിന്തിച്ചതാണ്, ഈ മനുഷ്യന്റെ തെറ്റാണ്, ഈ മനുഷ്യന്റെ കുറവാണ്, ഇവൻ ഇങ്ങനെ നടക്കുന്നു, ഇവൻ സുബോധമില്ലാതെ നടക്കുന്നു, ഇവൻ വസ്ത്രം ധരിക്കുന്നില്ല. എല്ലാവരും അവനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത ഒരു കാഴ്ച യേശു കർത്താവ് ഇക്കരെ വന്നിട്ടല്ല അക്കരയിൽ നിന്ന് കണ്ടു. 12 കൊട്ട നിറച്ചെടുത്ത് തന്റെ ശിഷ്യന്മാരുടെ കരത്തിലേക്ക് കൊടുക്കുമ്പോൾ കർത്താവിന്റെ ശ്രദ്ധ മുഴുവൻ അക്കരയിൽ നിന്ന ഭൂതഗ്രസ്തനായ മനുഷ്യരിലായിരുന്നു. ഇവിടെ അപ്പം വിളമ്പുമ്പോഴും കർത്താവിന്റെ ശ്രദ്ധ മുഴുവൻ നിറച്ചെടുത്ത 12 കൊട്ടയിലല്ല, ശിഷ്യന്മാരുടെ അനുഗ്രഹത്തിലല്ല. വിടുവിക്കപ്പെടുവാൻ ബദ്ധപ്പാറോടുകൂടെ നിലവിളിക്കുന്ന ഒരു ഭൂതഗ്രസ്തനെ തടാകത്തിന്റെ അക്കരയിൽ കർത്താവ് കണ്ടിട്ട് പറയുകയാണ്, കൊട്ടയൊക്കെ അവിടെ വെച്ചോ, നമുക്ക് അക്കരയ്ക്ക് പോകാം. തെക്കപ്പള്ളി പട്ടണത്തെ 10 പട്ടണങ്ങളിൽ ഓഫീഷ്യൽസ് താമസിക്കുന്ന, ഗവൺമെന്റ് ഓഫീഷ്യൽസ് താമസിക്കുന്ന 10 പട്ടണങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന 12 പേർക്ക് കഴിയാത്തത് അപ്പം വിളമ്പാനും അപ്പം കൊടുത്തിരിക്കാനും 12 കൊണ്ട് നിറച്ചെടുക്കാനും മാത്രമേ ഇക്കരയിൽ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് കഴിയത്തുള്ളൂ. പക്ഷെ അക്കരെ ഒരുത്തന്റെ കെട്ടഴിച്ചാൽ, അക്കരയുള്ള ഒരുത്തന്റെ ഭൂതത്തെ പുറത്താക്കിയാൽ 10 പട്ടണങ്ങളെ വിടുവിപ്പാൻ അവനവൻ അഭിഷേകത്തിന്റെ ശക്തി അവരിക്കുന്നുണ്ട്. തിരിച്ചതിന്റെ കർത്താവ് പറയുകയാണ്, എല്ലാവടേക്ക് അക്കരയ്ക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ചിലരെ വിടുവിക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ ഭക്തനേത്രങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് പരിശുദ്ധാത്മാവിന്റെ കണ്ണിന് കണ്ടെങ്കിൽ ചെറുതെ വിശ്വസിച്ചാൽ
ഒരിക്കലെങ്കിലും സംബന്ധിച്ച ഹല്ലേലൂയ ഒരാൾ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ള എല്ലാവരും ഈ ആരാധനാലയത്തിൽ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഇവിടെ നിറയത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന, പ്രതിസന്ധി ഇടുന്ന, പോരുകൾ ഇടുന്ന, ദുഷ്ട വ്യാപാരത്തെ അറത്തു മാറ്റുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടേണ്ടതിനായി ആത്മാവെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ചിലരെ പിന്നിലേക്ക് വലിക്കുന്ന ദുഷ്ട വ്യാപാരങ്ങൾ, ഹല്ലേലൂയ, പുരുഷന്മാരെ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുന്ന ഭരണോന്യ ശക്തിയുടെ വ്യാപാരങ്ങൾ, ആരാധനയ്ക്കായി കടത്തിവിടാതെ പോരടിക്കുന്ന ദുഷ്ട വ്യാപാരങ്ങൾ ഇന്ന് രാത്രി അഴിയപ്പെടുവാൻ പ്രാർത്ഥിക്കണം. 12 ശിഷ്യന്മാരിലേക്കല്ല ഇപ്പോൾ കർത്താവിന്റെ ഫോക്കസ്. നിറച്ചെടുത്തു വെച്ച 12 കൊട്ടയിലേക്കും അല്ല കർത്താവിന്റെ ഫോക്കസ്. കർത്താവിന്റെ ഫോക്കസ് നേരെ തടാകത്തിനപ്പുറത്തേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ചെല്ലുന്നതിന് മുമ്പേ, ഇക്കരയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ അതിനെ ശാസിച്ചിരുന്നു, അതിനോട് പോകുവാൻ കൽപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് 6000 ഭൂതഗ്രസ്തങ്ങൾ അടങ്ങിയ മനുഷ്യൻ എന്ന് പറയുകയാണ്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രായ എനിക്ക് നിങ്ങൾക്ക് തമ്മിൽ എന്ത്? ഞങ്ങളെ പുറത്താക്കരുത്, ഞങ്ങളെ പാതാളത്തിലേക്ക് പോകുവാൻ സമ്മതിക്കരുത്. പാതാളത്തിലേക്ക് വിടുവാനും അധികാരമുള്ളവൻ ഒരേ ഒരുവന് മാത്രമേ അധികാരമുള്ളൂ. വിഘടിക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദുരാത്മാവ്, നോക്കണം, ആലോചിക്കുക, സിറ്റുവേഷൻ ആലോചിക്കുക. ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് 6000 ഭൂതഗ്രസ്തന്മാർ വേറിട്ട് ഇറങ്ങി നിൽക്കുക, അന്തരീക്ഷത്തിൽ നിൽക്കുക. യേശു ശാസിച്ചു, അല്ലെ? യേശു കൽപ്പിച്ചിരുന്നു. യേശു കൽപ്പിച്ചപ്പോൾ തന്നെ ഇവന്റെ ശരീരത്തിൽ നിന്നുള്ള 6000 ഭൂതഗ്രസ്തന്മാർ, ഭൂതഗണങ്ങൾ മാറി അന്തരീക്ഷത്തിൽ നിൽക്കുക. ഒരു ശരീരം വേണം കയറാൻ. പക്ഷെ അത് ഏത് ശരീരമാണെന്ന് തീരുമാനിക്കുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പന്നിയിലേക്ക് നടക്കണമോ പാതാളത്തിലേക്ക് പോകണമോ എന്ന് ചിന്തിച്ച് തീരുമാനമെടുത്ത് അത് പ്രവർത്തിപഥത്തിൽ അധികാരത്തോടെ കൊണ്ടുവരാൻ കഴിയുന്നത് കർത്താവിന് മാത്രമാണ്. ഇന്ന് രാത്രി എങ്ങനെ വിശ്വസിച്ചാട്ടെ? ഹല്ലേലൂയ. സകല വാത്സല്യം അധികാരങ്ങളുടെ മേൽ കർത്തൃത്വമുള്ളവൻ, സകല പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുള്ളവൻ. പൊസിഷനിൽ നിൽക്കുന്നവൻ. അവൻ ഞങ്ങൾക്ക് ഒരു പള്ളിയൊക്കെ വെച്ച് തന്നിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് പോയി പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റില്ല. അവന്റെ പൊസിഷൻ വെച്ച് നീ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. എന്നാൽ അവൻ പറയാണ്, നീ എന്റെ പൊസിഷൻ നോക്കല്ലേ. ഹല്ലേലൂയ. ഞാൻ അധികാരിയായിട്ടുള്ള മനുഷ്യനാണ്, ഞാൻ പള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക്, പക്ഷെ എന്റെ പൊസിഷൻ നോക്കല്ലേ. എന്റെ പുരക്കകത്ത് വരാൻ ഹല്ലേലൂയ നീ എന്റെ
വെച്ച് 4 പേര് പറയാ, ഓ ബിലിപ്പാസ് നല്ല മനുഷ്യനാ, ആളുകൾ വള്ളിയൊക്കെ വെച്ച് തന്ന മനുഷ്യൻ, ഇത്രയും നല്ലൊരു മനുഷ്യൻ ഈ ലോകത്തിൽ വെച്ച് സാധാരണ രീതിയിൽ ഞാനെന്താ ചെയ്യുന്നത്, ഞാൻ 2 സ്റ്റെപ്പ് കൂടെ കളർ വിടുന്നത് അല്ലേ. ആളുകളോ ജനത്തിനെ കുറിച്ചുള്ള എന്തൊരു അഭിപ്രായമാണെന്ന് എനിക്ക് കർത്താവിന്റെ മുമ്പിൽ അത് ഏറ്റു പറയുന്നു. പക്ഷെ ഈ മനുഷ്യൻ പറയുക, ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ നിന്റെ തേജസ്സിന്റെ മുമ്പിൽ, നിന്റെ അധികാരത്തിന്റെ മുമ്പിൽ, നിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയത്തില്ല. പണ്ടര പറയുന്നത് പോലെയല്ല, നീ എന്റെ പുറക്കകത്ത് വരാ, നിന്റെ വിശുദ്ധിയെ താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് പറയാ വരണ്ട. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. നീ സംസാരിക്കുന്ന ആ മനുഷ്യന്റെ വിശ്വാസം ശ്രദ്ധിക്കുക. നീ സംസാരിക്കുന്ന വചനത്തിന് യാത്ര ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നീ സംസാരിക്കുന്ന വചനം നീ അവിടെ നിൽക്കുമ്പോൾ തന്നെ യാത്ര ചെയ്യുമെന്ന്. വചനമയച്ച് അവരെ വിടുവിക്കുന്ന, വചനമയച്ച് അവരെ സൗഖ്യമാക്കുന്ന വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? സംസാരിക്കുന്ന വചനത്തിന് യാത്ര ചെയ്യാൻ കഴിയുമെന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചു. യേശുവേ നീ വരണ്ട, ഞാനും പോകുന്നില്ല അവളോട്ട്, ഞാനും പോകുന്നില്ല, നീയും വരണ്ട, നമുക്ക് 2 പേർക്ക് ഇവിടെ നിൽക്കാം, ഈ സ്ഥലത്ത് തന്നെ നിൽക്കാം. പക്ഷെ നീ കൽപ്പിക്കുന്ന വചനം യാത്ര ചെയ്യും. നീ കൽപ്പിക്കുന്ന വചനം എന്റെ ബാല്യക്കാരന്റെ അടുത്ത് ചെയ്യും. നീ കൽപ്പിക്കുന്ന വചനം എന്റെ ബാല്യക്കാരന്റെ കിടക്കയിലേക്ക് ചെല്ലും. നീ കൽപ്പിക്കുന്ന വചനം അവരെ എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കാതെ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ, ഈ സഭയിൽ ഇരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, എന്റെ വിഷയങ്ങൾക്ക് മറുപടി ഹല്ലേലൂയ കർത്താവിന്റെ വചനത്തിൽ കൂടെ അയക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ജോലി ആവശ്യമാണെങ്കിൽ എനിക്ക് ജോലി തരുവാൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന അധികാരിയോട് വചനമയച്ച് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവർ രോഗക്കിടക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഈ വെളിപ്പെടുന്ന ദൈവത്തിന്റെ വചനം കിലോമീറ്ററുകൾ താണ്ടി ഹല്ലേലൂയ ആ സ്ഥലത്തെത്തിച്ചേർന്ന് വിടുതൽ പകരുമെന്ന് നീ ഭാരപ്പെടുമൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എവിടെ ചെല്ലണം? സമുദ്രത്തിൽ ചെന്നിട്ട് ഒരു മീനിനെ പിടിച്ചാൽ മതി. അതിന്റെ വായ്ക്കകത്ത് ഞാൻ കരുതി വെച്ചിരിക്കുന്ന ഒരു ബ്രഹ്മപ്പണമുണ്ട്. അത് നിന്റെ ടാക്സിന് മാത്രമല്ല, എന്റെ ടാക്സിനൂടെ ചേർത്ത് ഹല്ലേലൂയ, എന്റെ ടാക്സിനൂടെ ചേർത്തുള്ളത് ഹല്ലേലൂയ. ഇന്ന് രാത്രി കരുതൽ, ഇന്ന് രാത്രി വെളിപ്പെടുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവ പരിശുദ്ധാത്മാവ് എന്നോട് പ്രവചിച്ചു പറയാൻ പറയുന്നു, നിനക്കുള്ള നന്മ ചിലരുടെ വായിൽ വെക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുക. നിനക്കുള്ള ജോലി, നിനക്കുള്ള ബിസിനസ്, നിനക്കുള്ള ഹല്ലേലൂയ. വിശ്വസിച്ചെടുത്താണ് കൊലോസ്യർക്കെതിരെ 2:18 വായിച്ച് ഞാനോട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യർ 2:18. കൊലോസ്യർ 2:18. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങൾ പ്രവേശിക്കുകയും വെറുതെ ചീർക്കുകയും ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. പുലസ്യക്കാരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, ഈ തലയെ മുറുകെ പിടിക്കണം.
ക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. അവിടെ ദൂതന്മാരെ ആരാധിക്കുന്ന ടീം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. താഴ്മ, സ്പെഷ്യൽ താഴ്മ കാണിക്കുന്ന ടീം ഉണ്ടായിരുന്നു. താഴ്മയൊന്നുമില്ല, പക്ഷെ കാണുമ്പോൾ താഴ്മ അഭിനയിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അല്ലല്ലോ, അവിടെ ഉണ്ടായിരുന്നു കൊലോസ്യ സഭയിൽ താഴ്മ അഭിനയിക്കുന്ന ആൾക്കാർ കൊലോസ്യ സഭയിൽ ഉണ്ടായിരുന്നു. ദൂതന്മാരെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, താഴ്മ അഭിനയിക്കുന്നവർ അവിടെ ഉണ്ട്, ദൂതന്മാരെ ആരാധിക്കുന്നവരുണ്ട്, സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ച് രസിക്കുന്നവരുണ്ട്, ജഡമനസ്സിൽ ചീർക്കുന്നവരുണ്ട്. എന്നാൽ അവർ പരിശുദ്ധാത്മാവിനെ, യേശുവിനെ മുറുകെ പിടിക്കുന്നില്ല. അങ്ങനെയുള്ളവർ നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. കാരണം അവൻ സകല സൃഷ്ടിക്കും ആദ്യജാതനായ ദൈവമാണ്. അവൻ തലയാണ്, ആദ്യജാതനായ ദൈവം, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. ആ പദം നാം ചിന്തിച്ചതാണ്. പ്രോട്ടോടോക്കോസ് എന്നുള്ള പദമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പ്രോട്ടോടോക്കോസ്, എല്ലാ സൃഷ്ടികളെക്കാളും മുമ്പെയുള്ളവൻ. ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടി അല്ല കർത്താവ്. ഹല്ലേലൂയ. അവൻ സകല സൃഷ്ടിക്കും മുമ്പേ ഉള്ളവനായിരുന്നു. അവൻ സകലത്തിനും അധികാരിയായിരുന്നു എന്നാണ് പദത്തിന്റെ അർത്ഥം. ഹല്ലേലൂയ. അവൻ പ്രോട്ടോടോക്കോസ് ആണ്, എല്ലാ സൃഷ്ടിക്കും മുമ്പേ ഉള്ളവൻ. അതുകൊണ്ടാണ് ശിയാപ്രവാചകൻ പറയുന്നത്, ഹല്ലേലൂയ, അവൻ നിത്യപിതാവാണ്, എവർലാസ്റ്റിംഗ് ഫാദർ. അവൻ നിത്യപിതാവ്, സമാധാന പ്രഭു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ, അവനെയാണ് ദൈവസഭ മുറുകെ പിടിക്കേണ്ടത്. സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വിരുദ് തെറ്റിക്കുന്ന പല സാഹചര്യങ്ങളും ഒരു പക്ഷേ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. തലയെ മുറുകെ പിടിക്കാതെ, കർത്താവിനെ മുറുകെ പിടിക്കാതെ, കർത്താവിൽ നമ്മെ അകറ്റിക്കളയുന്ന ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഉണ്ടാകാം. പിന്മാറ്റത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ ഘടകങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ ഹല്ലേലൂയ, വിപരീതമായ ഉപദേശങ്ങളായിരിക്കാം, ഒരുപക്ഷെ പാപ സ്വഭാവമായിരിക്കാം, വിട്ടുപോകുവാൻ മടിക്കുന്ന പാപ സ്വഭാവങ്ങളായിരിക്കാം. അതൊക്കെ കർത്താവിൽ നമ്മെ അകറ്റിക്കളയുന്നതാണ്. എന്നാൽ വചനം പറയുന്നു, സകല സൃഷ്ടിക്കും ആദ്യജാതനായിരിക്കുന്ന, സർവ സൃഷ്ടിക്ക് മുമ്പേ ആയിരിക്കുന്ന, പ്രോട്ടോടോക്കോസ് ആയിരിക്കുന്ന തലയെ മുറുകെ പിടിക്കുക. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആത്മാക്കളെ വിവേചിപ്പാൻ കഴിയുന്ന, ഹല്ലേലൂയ, സകല അന്ധകാര ശക്തികളുടെ മേലും അധികാരമുള്ള, ഹല്ലേലൂയ, വചനമയച്ച് വിടുവിക്കുവാൻ കഴിയുന്ന, സ്ഥലകാല ഭേദ വ്യത്യാസമല്ലേ, ഹല്ലേലൂയ, സമയ വ്യത്യാസമല്ലേ, അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന, ഹല്ലേലൂയ, വചനമയച്ചവരെ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന, ഹല്ലേലൂയ, മുറിവുകളെ കെട്ടുന്ന ഒരു നല്ല കർത്താവിലാണ് ഇന്ന് രാത്രി നാം ആശ്രയിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ ദൈവങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ. എനിക്കറിയാം, ഇതിനകത്ത് ജോലി ആഗ്രഹിക്കുന്നവരുണ്ട്, വിസയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, സൗഖ്യം ആഗ്രഹിക്കുന്നവരുണ്ട്, വ്യത്യസ്ത വിഷയങ്ങളിൽ ഇന്നും ഭാരപ്പെടുന്നവരുണ്ട്, മറുപടി കിട്ടാതെ പ്രയാസത്തോടെ ആയിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് നമ്മൾ കടന്നു വരുമ്പോൾ ചിരിക്കുകയും സംസാരിക്കുകയും ഹല്ലേലൂയ ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്നെങ്കിലും അകത്തളങ്ങളിൽ നീറുന്നവർ ഇതിനകത്തുണ്ട്. അകത്തളങ്ങളിൽ വേദനയോടെ, ആരോടും പറയാത്ത ദുഃഖത്തോടെ, ഭാരത്തോടെ ആയിരിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ, തലയെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. അവൻ സകലത്തിന് മുകളിലാണ്. ദൃശ്യമായതും അദൃശ്യമായതും, സ്വർഗത്തിലാകട്ടെ, ഭൂമിയിലാകട്ടെ, പാതാളത്തിലാകട്ടെ, സകലത്തിന്റെ മേലും അവൻ അധികാരിയാണ്. അവനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് രാത്രി ദിവസം അവൻ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം.